ക്യാരറ്റ്, ചക്ക, ബനാന, കൈമ റൈസൊക്കെ ചേർത്തിട്ട് ഒരു പായസം റെഡിയാക്കിയാലോ? കേൾക്കുമ്പോൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് തോന്നുമെങ്കിലും ഇതെല്ലാം കൂടി ചേരുമ്പോൾ കിട്ടുന്ന ഒരു ടേസ്റ്റ് ശരിക്കും സൂപ്പറാണേ. പിന്നെ പായസം റെഡിയാക്കാൻ GRB ഗീ യൂസ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ സ്മെല്ലും ടേസ്റ്റും കൂടി ആയപ്പോൾ പായസം വേറെ ലെവലായേ. പായസം റെഡിയാക്കാൻ കൈമ റൈസ് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് ചക്ക ഇതുപോലെ പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി കാഷ്യൂ, ബദാം, തേങ്ങയും കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. പുഴുങ്ങിയ ഏത്തപ്പഴമില്ലേ, അതിൻ്റെ സെൻറ്ററിലെ ബ്ലാക്ക് പോർഷൻ കളഞ്ഞിട്ട് ഒന്ന് ഉടച്ചെടുക്കാം. ക്യാരറ്റ് ഇതുപോലെ ചെറുതായി ഗ്രേറ്റ് ചെയ്തെടുക്കാം. പണ്ടൊക്കെ വീടുകളിൽ നിന്ന് പശുവും പാലും നെയ്യൊക്കെ വാങ്ങാൻ കിട്ടും. ആ ഒരു നെയ്യിൻ്റെ ടേസ്റ്റും സ്മെല്ലും ആണ് കേട്ടോ GRB നെയ്യ് യൂസ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇനി ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കാഷ്യൂ, ബദാം, തേങ്ങയും കൂടി ക്രഷ് ചെയ്തതും പഞ്ചസാരയും ഏലക്കപ്പൊടിയും കൂടി ഇട്ട് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ പുഴുങ്ങി ഉടച്ച് വെച്ചിട്ടുള്ള പഴമില്ലേ, അതിലേക്ക് ഈ തേങ്ങേൻ്റെ മിക്സ് ചേർത്ത് നല്ലതുപോലെ കൈവച്ചൊന്ന് കുഴച്ച് ചെറിയ ബോൾസ് ആക്കി എടുത്ത് മാറ്റി വെക്കാം. അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ടതാണ്. അപ്പോൾ ഇപ്പം അത് മാറ്റി വെക്കാം. ഇനി ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ചേർത്ത് നല്ലതുപോലെ സോട്ട് ചെയ്തെടുക്കാം. ഇതിലെ വെള്ളത്തിൻ്റെ അംശമൊക്കെ പോയിട്ട് ഒന്ന് ഡ്രൈ ആയിട്ട് കിട്ടണം. ഇത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഈ പാനിൽ തന്നെ കുറച്ചുകൂടി നെയ്യ് ഒഴിച്ച് അരച്ച് വെച്ചിട്ടുള്ള ചക്ക ചേർത്ത് ഒന്ന് വരട്ടിയെടുക്കാം. ഇതിൻ്റെ നെയ്യൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്നത് വരെ നമുക്കൊന്ന് വരട്ടിയെടുക്കാം. ഇതിലേക്ക് പാലൊഴിച്ചു കൊടുക്കാം. ഒരു 3 കപ്പ് പാലാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച കൈമ റൈസില്ലേ, ഞാനത് കുറച്ച് പാലൊഴിച്ച് നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കാഷ്യൂം ബദാമും കൂടി നല്ലതുപോലെ പൊടിച്ച് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ് മിൽക്കും ഏലക്കപ്പൊടിയും കുറച്ച് പഞ്ചസാരയും കൂടി ഞാൻ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി പായസം നല്ലതുപോലെ തിളച്ചൊന്ന് കുറുകി വരുമ്പോൾ ക്യാരറ്റും കുറച്ച് സാഫ്രോൺ ഞാൻ ചെറിയ ചൂട് പാലിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കാഷ്യൂ, ബദാമും കൂടി നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുള്ള പായസത്തിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ പായസത്തിന് സ്പെഷ്യൽ ടേസ്റ്റ് കൊടുക്കുന്നത് GRB ഗീയിൽ ഫ്രൈ ചെയ്ത ഈ ബനാന ബോൾസ് ആണ്. ഈ നെയ്യിലെ ബനാന ബോൾസ് ഫ്രൈ ചെയ്യാൻ ഇടുമ്പോൾ തന്നെ കിച്ചണിൽ ഫുള്ളായിട്ട് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ വരുന്നത്. ഇനി ഗോൾഡൻ കളറിൽ ഫ്രൈ ചെയ്തെടുത്ത ബനാന ബോൾസ് പായസം സെർവ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് മാത്രം ചേർക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇതാ വെറൈറ്റി ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിട്ടുള്ള ജാക്ക് ഫ്രൂട്ട് ബനാന ബോൾസ് ഗോൾഡൻ റോയൽ പായസം നിങ്ങൾ എല്ലാവരും ഒന്ന് റെഡിയാക്കി നോക്കുമല്ലോ അല്ലേ.